അടിപൊളി. ഞാൻ ഇത്രയും റെസ്റ്റ്ലെസ് ആയിട്ടൊരു ഭക്ഷണം കഴിച്ച് കുറേ നാളായി. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന മലയാളി കുട്ടിയെ പഠിപ്പിക്കാൻ വന്ന ചെസ് പഠിപ്പിക്കാൻ വന്ന ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തത്? ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് ഏട്ടൻ്റെ കസിനാണ്. ഞാനിതിന് ചോദിക്കണമല്ലേ, കസിനാണ്. അപ്പം ഇവൻ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അല്ലേ. പഠിക്കാൻ വന്നിട്ട് പഠിത്തം കഴിഞ്ഞു. ഇപ്പം RJ ആയിട്ട് വർക്ക് ചെയ്യാണ്. ചെറിയൊരു RJ ആണ്. വിശേഷം പറ. ഞാൻ ആക്ച്വലി ഇവിടെ ആഹാ റേഡിയോ എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷനിലെ RJ ആണ്. ഞാനൊരു 2 മാസമായിട്ട് ഇവിടുത്തെ RJ ആണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ഷോസ് ഞങ്ങളെ കാണാൻ പറ്റും. ഒരു പുതിയ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതൊക്കെയാണ് RJ വിശേഷങ്ങൾ. മോർ ദാൻ ദാറ്റ് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ മാസം വരെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി അങ്ങോട്ട് വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. അതെ, അതിനൊക്കെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ അവൻ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അപ്പം ഇന്നത്തെ ക്രിസ്മസ് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടി ലഞ്ച്. ഇന്ന് ലഞ്ച് ഞാൻ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിക്കുന്നത്. തലശ്ശേരി ബിരിയാണി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന്. ഞാൻ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തലശ്ശേരി ബിരിയാണിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം സ്പൈസസ് ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എനിക്ക് എന്താണ് പറയാനുള്ളത് തലശ്ശേരി ബിരിയാണി? ഞാൻ തലശ്ശേരി ബിരിയാണി ആദ്യമായിട്ട് കഴിക്കുന്നത് 2016 ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത്. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ. അപ്പൊ നമുക്ക് അന്ന് തൊട്ടേ നമ്മൾ ഈ സിനിമകളിൽ കാണുമ്പോൾ മെയിൻ ആയിട്ട് ഈ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ കണ്ണൂർ ബിരിയാണിയാണ് ഏറ്റവും ഒത്തന്റിക് ബിരിയാണി. അപ്പൊ അന്ന് ഒരു ക്രേസിന് എങ്ങനെ ബിരിയാണി കഴിച്ചു നോക്കണം എന്നുള്ളത്. കോളേജിൽ പോയ സമയത്ത് അവിടുത്തെ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ ഹോട്ടലിൽ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നു പറഞ്ഞാൽ പറഞ്ഞു വന്നു. കഴിക്കാൻ പോയി നോക്കിയപ്പോ എനിക്ക് നെയ്ച്ചോറും ജസ്റ്റ് ചിക്കൻ റോസ്റ്റ് പോലെ. അവർക്ക് ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതാണ് തലശ്ശേരി ബിരിയാണി. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് പോയപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു തലശ്ശേരി ബിരിയാണി. നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നു കുറെ വർഷം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങൾ പണ്ട് മുതലേ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പോൾ അത് ഇന്ന് ഷെയർ ചെയ്യാം. അതാണ്, പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ഇവരിവിടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരിവിടുന്ന് കളിക്കട്ടെ, ഞാനവിടെ പോയി കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് റൈസ് ഒന്ന് കഴുകിയിട്ട് അത് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുക എന്നാണ്. ഈ തലശ്ശേരി ദം ബിരിയാണിയിൽ നമ്മൾ റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ദം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ റൈസ് കഴുകി അതിൻ്റെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ റൈസിലിടാൻ ആവശ്യമായിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടാവുന്ന സമയത്ത് അതിനകത്ത് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിൽ കുറച്ച് നെയ്യ് ചേർക്കുക. ഞാനിവിടെ ഇപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നെയ്യാണ് നല്ലത്. എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള ഓണിയൻസ് ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുക. അത് ഫ്രൈ ആയിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ്. റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചൂടാക്കാറ്. ഇപ്പം ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 4 ഗ്ലാസ് വെള്ളം വെച്ചു. അതിലേക്ക് കുറച്ച് ഒരു 4 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പൂ, കുറച്ച് സിനമൺ സ്റ്റിക്ക്, അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം, ബേ ലീഫ്, ഇത്രയും ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്തില്ലെങ്കിൽ ഇത് ഈ വെള്ളം റൈസിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ചേർത്താലും മതി. അതവിടെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് ഓണിയൻസിൻ്റെ ഉണ്ടാക്കിയ അതേ ഓയിലിലാണ് നമ്മൾ കിസ്മിസും നമ്മുടെ കാഷ്യൂസും ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ റൈസ് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റൈസ് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ വെന്ത് വരുന്ന ദമ്മൊക്കെ ഇട്ട് വരുന്ന സമയത്ത് റൈസ് അധികം കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇങ്ങനെ വിട്ട് ഇരിക്കും കേട്ടോ. എത്ര വെന്ത് കഴിഞ്ഞാലും നന്നായിട്ട് വിട്ടിട്ടിരിക്കും, അങ്ങനെ കുഴഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഈ സമയത്ത് കുറച്ചുകൂടെ നെയ്യ് ആവശ്യമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഇങ്ങനെ സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വെള്ളം ചൂടായി ആ വെള്ളം നമ്മുടെ റൈസിലോട്ട് ഒഴിക്കുക. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസും കൂടെ ചേർക്കുക കേട്ടോ. ഒരു 3-4 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ചേർക്കുക. അതിനുശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ഈ സമയത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാവണം കേട്ടോ. റൈസൊക്കെ വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ച് പൊടിക്ക് ഉപ്പ് കൂടുതൽ നിൽക്കണം. അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എടുത്തിട്ടൊന്ന് ഇളക്കി നോക്കുക. അതിന് ശേഷം പിന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, റൈസ് ആവശ്യത്തിന് വെന്തു, പക്ഷേ അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണ കണ്ടോ. അപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മാറ്റി വയ്ക്കാം. ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ദമ്മ് ഇടാൻ പറ്റുന്ന പാത്രത്തിലാണ് കേട്ടോ എടുക്കുക. അതുകൊണ്ടാണ് ഈ വലിയ പാത്രം എടുത്തേക്കണത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ആദ്യം സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. സവാളയുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ അതേ അളവിലാണ് കേട്ടോ സവാള. പക്ഷേ ഞാനിപ്പം എടുത്തേക്കണത് ഒരു വലിയ ചിക്കന് വേണ്ടിയിട്ട് ഞാനൊരു 5 വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കണത്. 5 to 6 വേണമെങ്കിൽ എടുക്കാം. അത് നമ്മൾ ആദ്യം വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം അത് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കണത്. 15 അല്ലി വെളുത്തുള്ളിക്കിൻ്റെ അതേ കണക്കിൽ വേണം ഇഞ്ചിയും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ പച്ചമുളക്. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. നമ്മൾ മുളക് പൊടിയൊന്നും അധികം ഇടില്ല. അപ്പം ഈ ബിരിയാണിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ പച്ചമുളക് ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എല്ലാവരുടെയും എരിവിനനുസരിച്ചിട്ട് മാറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും മാറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്തു. അതിന് ശേഷം ഞാൻ തക്കാളിയും കൂടെ വെട്ടി വെക്കുകയാണ് കേട്ടോ, സ്ലൈസ് ചെയ്തിട്ട് വെക്കുകയാണ്. അത് ഞാനൊരു 3 മീഡിയം സൈസസ് തക്കാളി എടുത്തു. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അധികം ഇങ്ങനെ സോട്ടായിട്ട് വരണ്ട കേട്ടോ. ഇങ്ങനെ ഒരു കളർ മാറിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ വെട്ടി വെച്ചേക്കണ തക്കാളി ചേർത്തു. അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവ് ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കാം കേട്ടോ. ഈ സമയത്ത് 1/4 ഭാഗം മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. അത് ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയൊന്നും ഞാൻ പറഞ്ഞല്ലോ അധികം ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്യണില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു സ്ലൈസ് ലെമൺ ജ്യൂസ് കൂടെയാണ് ചേർത്തേക്കണത്. അത് അങ്ങനെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത്. അത് ആ ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തു, അടച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് അടച്ചു വയ്ക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ റൈത്ത ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. കുറച്ച് സവാള, കുറച്ച് ക്യൂക്കമ്പർ, കുറച്ച് ടൊമാറ്റോ, കുറച്ച് പച്ചമുളക്, കൊറിയാണ്ടർ ലീഫ്, പിന്നെ തൈരും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ റൈത്ത ഉണ്ടാക്കാറ്. ഞാൻ അധികം എനിക്കിങ്ങനെ വെള്ളം പോലെ റൈത്ത ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ റൈത്ത ഉണ്ടാക്കാറ്. ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈത്തയും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ റൈത്ത റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1/4 ഭാഗം ചതച്ച് വെച്ചേക്കണ ഗാർലിക്കും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നു, അതും കൂടെ ചേർത്തു. അതിന് ശേഷം നമ്മൾക്ക് ഈ കൂടുതൽ വെള്ളം ഇനിയും ചിക്കനിൽ ഉണ്ടെങ്കിൽ കുറച്ച് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം നമ്മുടെ ഗരം മസാല പൊടി ചേർക്കാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണത്. ഗരം മസാല ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതല്ല, നാട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന ഗരം മസാലയാണ്, വീട്ടിൽ പൊടിപ്പിച്ച ഗരം മസാലയാണ്. അത് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്തേക്കണത്. അതിൻ്റെ കൂടെ നമ്മൾ കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീഫും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു.
അതിനുശേഷം നമ്മൾ അപ്പം തന്നെ അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ പിന്നെ അങ്ങനെ വേവിക്കാനോ ഒന്നും വെക്കുന്നില്ല. എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ഓരോ 2 ലെയറായിട്ടാണ് ഞാൻ ദം ചെയ്യാറ്. ഈ സെയിം പാത്രത്തിൽ തന്നെ റൈസ് ഇട്ടതിന് ശേഷം ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിനകത്ത് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ഒനിയൻസും കാഷ്യൂ കിസ്മിസ് അതൊക്കെ ഇടുക. അതിനുശേഷം ഒരു ലെയറും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടെ അതെല്ലാം ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇരുമ്പിൻ്റെ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ വയ്ക്കുക. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ താഴേന്ന് വരുന്ന ഹീറ്റ് നമ്മൾ ലോ ആക്കണം കേട്ടോ. സ്റ്റൗ ഒന്ന് ലോ ആക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ദം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 10-15 മിനിറ്റ് അങ്ങനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോഴേക്കും നമ്മളെല്ലാം ദമ്മായിട്ട് സെറ്റാകും. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവളിൽ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യാറ്. കാരണം അപ്പോൾ ആ ചൂടോടെ തന്നെ ഇരിക്കുമല്ലോ. അപ്പം മിനിമം ടെമ്പറേച്ചറിൽ ഇങ്ങനെ അതിനകത്ത് അവളിൽ വെച്ചിട്ട് കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലത് കംപ്ലീറ്റ് ദമ്മായിട്ട് വരും. നമുക്ക് കഴിക്കാൻ റെഡിയാകുന്ന സമയത്ത് നല്ല ചൂടോടെ ദമ്മായിട്ടിരിക്കും. ഇനി നമ്മളപ്പം ബിരിയാണീൻ്റെ കാര്യം ഒക്കെ സെറ്റായി. ഇനി റൈത്ത ഉണ്ടാക്കി. ഇനി മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ കൂടെ ഏറ്റവും ഇതായിട്ട് പോകുന്ന ഒരു സാധനം പച്ച ചമ്മന്തിയാണ്. പുതിനയും കൊറിയാണ്ടർ ലീഫും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അതെപ്പോഴും തലശ്ശേരി ബിരിയാണിയുടെ കൂടെ എപ്പോഴും ഒരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണത്. അതും പിന്നെ മധുരമുള്ള പിക്കിളാണ് കേട്ടോ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. ബീട്രൂട്ട് പിക്കിളും ഈ പച്ച ചമ്മന്തിയും ആണ് ഈ തലശ്ശേരി ബിരിയാണിയിൽ എപ്പോഴും പോകുന്നത്. അപ്പം നമുക്ക് ഇനി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് ഏകദേശം സെറ്റായി. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങയ്ക്കകത്ത് മല്ലിയില, പുതിനയില, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് സവാള. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് എടുക്കുക. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് സവാള എടുത്തത്. പിന്നെ ഞാൻ പുളിക്ക് പകരം ഞാൻ യോഗട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്, തൈരാണ് യൂസ് ചെയ്യാറ്. അത് പിന്നെ പച്ചമുളക് ഒരു 4-5 പച്ചമുളകും എടുത്തു. ഇതാ നമ്മുടെ ചമ്മന്തിയും ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചു. ഇനി നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. അപ്പം കഴിക്കാനായപ്പോഴത്തേക്കാണ് ഞങ്ങൾ ദമ്മ് പൊട്ടിക്കുന്നത്. അപ്പം ദമ്മെടുത്ത് നോക്കി ആവശ്യത്തിന് നന്നായിട്ട് ദമ്മ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് തിരിച്ച് ഒരു റൈസും ചിക്കനും കൂടെ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റും കേട്ടോ. ഈ റൈസും ചിക്കനും മാറ്റിയതിന് ശേഷം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ അടിയിൽ വെച്ചിട്ടാണ് പ്ലേറ്റ് ചെയ്യുന്നത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യാറ്. രണ്ടും മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ആദ്യം ഇതുപോലുള്ളൊരു പ്ലേറ്റിനകത്ത്, കുഞ്ഞു പ്ലേറ്റിനകത്ത് ചിക്കനും അതിൻ്റെ മസാലയും അടിയിൽ വെച്ച് അതിൻ്റെ മേലെ ഇതുപോലെ ചോറ് റൈസ്, ബിരിയാണി റൈസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവന്റെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഒതന്റിക് ബിരിയാണി ആണോ? ശരിക്കും സീരിയസ്ലി പറയാൻ വേണ്ടി ഏട്ടാ ഒന്നും പറഞ്ഞില്ല. അടിപൊളി. ഇത്രയും റെസ്റ്റ്ലെസ് ആയിട്ട് ഭക്ഷണം കഴിച്ച് കുറേ നാളായി. സീരിയസ്ലി ഞാൻ വെറുതെ ഭംഗിയൊക്കെ പറയണില്ല. അടിപൊളി ബിരിയാണി, ഒന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ കാണും. കാര്യം എനിക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നു ബിരിയാണി. പ്ലീസ് ഗോ ആൻഡ് ഹാവ് ദിസ് ബിരിയാണി. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. Put this back. I didn't eat it. Okay.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. We are matching. ചേച്ചി ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ. Hey guys, wait. We are matching. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. Bye.